നമസ്കാരം, ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇന്ത്യ US വ്യാപാര കരാർ, ചരിത്ര കരാർ സാധ്യമായതായി ട്രംപ് അറിയിച്ചു. കൂടാതെ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും പൂർണ്ണമായും നിർത്തുമെന്നും പകരം അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടി നിയന്ത്രണത്തിലുള്ള വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങണം, അതിന് നരേന്ദ്രമോദി സമ്മതിച്ചു എന്നുമാണ് ട്രംപ് പറഞ്ഞ മറ്റൊരു അഭിപ്രായം. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി റഷ്യയെ ചർച്ചാമേശയ്ക്ക് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ റഷ്യയുടെ ആ സാമ്പത്തിക സ്രോതസ്സ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ്, ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് റഷ്യ യുക്രൈൻ യുദ്ധം നടത്തുന്നത്. അപ്പോൾ അത് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടുകൊണ്ടിരുന്നതാണ്, അതിൽ നിന്ന് പിന്മാറാൻ. ഏതായാലും ഇന്ത്യ പൂർണ്ണമായും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുകൊണ്ടുകൂടി റഷ്യ ചർച്ചയ്ക്ക് വരും, അങ്ങനെ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മൾ പരിശോധിക്കുന്നതല്ല, ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയാൽ പകരം എന്താകും സ്ഥിതിവിശേഷം എന്നുള്ളതാണ്. ഇന്ത്യ US വ്യാപാര കരാറിൻ്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കുന്നത് ഭാവിയിൽ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ ആശങ്കയുള്ളത്. യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങളുണ്ടായ കാലത്തായിരുന്നു അവരിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ വർദ്ധിപ്പിച്ചത്. അക്കാലത്ത് എല്ലാവരും റഷ്യയെ പുറന്തള്ളിയിരുന്നപ്പോൾ ഇന്ത്യ വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങി അതിൻ്റെ ആ പണം കൊണ്ട് റഷ്യയ്ക്ക് അത് വലിയൊരു സാമ്പത്തിക സഹായം തന്നെ ആയിരുന്നു. അക്കാലത്ത് 20% നിരക്ക് ഇളവിലാണ് റഷ്യ ക്രൂഡ് ഓയിൽ തന്നിരുന്നത്. എന്നാൽ പിന്നീട് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞു. ഇതോടെ നിലവിൽ റഷ്യയെ കൈവിട്ടാലും ഇന്ത്യക്ക് കനത്ത നഷ്ടം സംഭവിക്കില്ല. US ചുമത്തിയ പകരം തീരുവ 18% കുറയുമ്പോഴുണ്ടാകുന്ന നേട്ടവും ക്രൂഡ് ഓയിൽ ഇറക്കുമതി വഴി സംഭവിക്കാവുന്ന നഷ്ടം നികത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്ന കാര്യത്തിലും വലിയ തർക്കമില്ല. എന്തായാലും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലെ മാറ്റം നിലവിൽ രാജ്യത്തെ പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം തുടങ്ങിയവയുടെ വിലയിലും കാര്യമായ ചലനമുണ്ടാക്കിയില്ല. എന്നാൽ ഭാവിയിൽ ആഗോള വിപണിയിൽ ക്രൂഡ് വിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായാൽ അത് ഇന്ത്യയെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിൽ ഇടയ്ക്കിടെ മാറ്റം വരുത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാതെ ക്രൂഡ് ഓയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് റഷ്യ. ഒപെക് രാജ്യങ്ങൾ ഇടയ്ക്കിടെ വിലയിൽ വരുത്താറുള്ള മാറ്റവും വെനസ്വേലയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക ട്രംപ് ആയിരിക്കുമെന്നതും ഭാവിയിൽ വിലയുടെ കാര്യത്തിൽ വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണമായേക്കും. ഇന്ത്യ റഷ്യയെ പൂർണ്ണമായും കൈവിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് തിരിയുന്നത് ആഗോള വിലയിലും കുതിപ്പുണ്ടാക്കാനിടയുണ്ട്. രൂപയിലായിരുന്നു ഇടപാട് റഷ്യയുമായി എന്നതും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ ഇന്ത്യക്ക് നേട്ടമായിരുന്നു. എന്നാൽ US ചർച്ചകൾ തുടങ്ങിയത് മുതൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ പടിപടിയായി കുറച്ചിരുന്നു. കഴിഞ്ഞ ജൂണിൽ 20 ലക്ഷം ബാരൽ കൊണ്ടുവന്നിരുന്ന ഇന്ത്യൻ കമ്പനികൾ നവംബറിൽ അത് 17.7 ലക്ഷം ബാരലാക്കി. ഡിസംബറിൽ 12 ലക്ഷം ബാരലായും കുറച്ചു. വെനസ്വേലയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്നത് സംബന്ധിച്ചും ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ റഷ്യയിൽ നിന്നും ഒപെക് രാജ്യങ്ങളിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയിലെ ഘടകങ്ങളിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ശുദ്ധീകരണശാലയിലും മാറ്റങ്ങൾ വേണ്ടിവരും. എന്നിരുന്നാലും ഒരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യയിൽ നിന്ന് റഷ്യ സ്ഥിരമായ ഒരു റേറ്റിൽ ക്രൂഡ് ഓയിൽ തന്നിരുന്നത് കാരണം നമുക്ക് വിലയിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നില്ല. നമുക്ക് അടിക്കടി വില വ്യത്യാസം വരുന്നൊരു രീതി നമുക്കില്ലായിരുന്നു. നമ്മുടെ സാധാരണക്കാർക്കും എല്ലാവർക്കും അത് ആശ്വാസമായിരുന്നു. എന്നാൽ ഇനി ഈ അടിക്കടി ഉണ്ടാകുന്ന വില വ്യത്യാസം വരുമ്പോൾ അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. എന്നിരുന്നാലും ആകെ ഉള്ള ഒരു ആശ്വാസം, ട്രംപ് ഇപ്പോൾ തീരുവ കുറച്ച് 18%, 50 എന്നുള്ളത് 18% കുറച്ച സ്ഥിതിക്ക് അതിലുണ്ടാകുന്ന ആ ഒരു ലാഭം, തീരുവയിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു ലാഭം വച്ച് ബാലൻസ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.